കൊട്ടാരക്കരയിൽ കോൺഗ്രസിന് അടിതെറ്റുന്നു. ഐഷാ പോറ്റിയുടെ വൈൽഡ് കാർഡ് എൻട്രി തിരിച്ചടിയായെന്ന് സർവേ. ഞെട്ടേണ്ട, കോൺഗ്രസുകാർ തന്നെ പറയുന്ന കാര്യമാണ്. കോൺഗ്രസുകാരെന്ന് പറഞ്ഞാൽ നിലവിൽ കേരളത്തിലെ കോൺഗ്രസുകാരെ സംബന്ധിച്ച് രാഹുൽ ഗാന്ധിയെക്കാളും വലിയ കോൺഗ്രസുകാരനായി അവർ കാണുന്ന സുനിൽ കനകോലു പറഞ്ഞ കാര്യമാണിത്. കഴിഞ്ഞ കുറച്ചു മാസങ്ങളായി, അല്ല 1-2 വർഷങ്ങളായി കേരളത്തിലെ കോൺഗ്രസിന്റെ കാര്യങ്ങൾ തീരുമാനിക്കുന്നത് ഈ പറയുന്ന സുനിൽ കനകോലുവാണ്. 10 വർഷത്തെ ഇടവേളയ്ക്ക് ശേഷം കോൺഗ്രസിനെ കേരളത്തിൽ അധികാരത്തിൽ തിരികെ കൊണ്ടുവരണമെന്ന ഉദ്ദേശത്തോടെ കോൺഗ്രസ് ദേശീയ നേതൃത്വം സുനിൽ കനകോലുവിനെ കാര്യങ്ങൾ ഏൽപ്പിച്ചിട്ട് കാലം കുറേയായി. നിലവിൽ കേരളത്തിലെ കോൺഗ്രസുകാർ എന്തു ചെയ്യണം, എങ്ങനെ ഇരിക്കണം, ഏത് വസ്ത്രം ധരിക്കണം, രാവിലെ എത്ര മണിക്ക് എഴുന്നേൽക്കണം എന്നൊക്കെ പറയുന്നത് ഈ കനകോലുവാണ്. നിയമസഭാ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട തന്ത്രപരമായ നീക്കങ്ങൾ കനകോലു പ്ലാൻ ചെയ്ത് സംസ്ഥാന നേതൃത്വത്തിന് മുന്നിൽ നൽകുകയും അവർ അതേപടി അനുസരിക്കുകയും ചെയ്യും. ഡോക്ടർമാർ രോഗികൾക്ക് മരുന്ന് കഴിക്കാനുള്ള നിർദ്ദേശം നൽകും പോലെ രാവിലെ 1, ഉച്ചയ്ക്ക് 1, രാത്രി 1 എന്ന തരത്തിൽ ഈ കനകോലു കോൺഗ്രസ് നേതാക്കൾക്ക് നിർദ്ദേശങ്ങൾ നൽകുമ്പോൾ അതേപടി അവർ അനുസരിക്കും. ഇനി ഒരു 2-3 മാസം ഈ നിർദ്ദേശങ്ങളൊക്കെ അനുസരിച്ച് നടന്നാൽ നിയമസഭാ തെരഞ്ഞെടുപ്പ് കഴിയുമ്പോൾ കേരളത്തിൽ കോൺഗ്രസ് നയിക്കുന്ന UDF അധികാരത്തിലെത്തുമെന്ന് അവർ വിശ്വസിക്കുന്നു. ഇതിനിടെ കേരളത്തിലെ ജനങ്ങൾ എന്തു പറയുന്നു എന്നറിയാൻ കനകോലു ഇടയ്ക്കിടെ ചില സർവേ ഏജൻസികളെ കൊണ്ട് സർവേ നടത്തിപ്പിക്കും. അങ്ങനെ നടത്തിയ ഒരു സർവേയാണ് ഇപ്പോൾ കോൺഗ്രസിന്റെ കിളി പറത്തിച്ചിരിക്കുന്നത്. ഐഷാ പോറ്റിയെക്കുറിച്ച് പറയുന്നതിന് മുൻപ് ആദ്യം ഈ സർവേയെക്കുറിച്ച് പറയണം. എന്നാലേ ഐഷാ പോറ്റിയെക്കുറിച്ച് പറയാനൊരു മൂഡ് വരികയുള്ളൂ. കേരളത്തിലെ LDF MLA-മാർക്ക് ശക്തമായ ജനപിന്തുണയുണ്ടെന്ന് വ്യക്തമാക്കിക്കൊണ്ടാണ് പുതിയ സർവേ ഫലങ്ങൾ എത്തിയിരിക്കുന്നത്. ഗുജറാത്ത് ആസ്ഥാനമായുള്ള ഒരു ഏജൻസി നടത്തിയ സർവേയാണ് ജനപിന്തുണയിൽ LDF ജനപ്രതിനിധികൾ മുന്നിലാണെന്ന് കണ്ടെത്തിയത്. ഗുജറാത്തിലെ ഏജൻസി എന്തിനാണ് സർവേ നടത്തിയതെന്ന് നിങ്ങൾക്ക് മനസ്സിലായി കാണുമല്ലോ. UDFനെ അധികാരത്തിൽ കയറ്റാൻ നടക്കുന്ന കനകോലു അതിൻ്റെ ഭാഗമായി കേരളത്തിലെ ജനങ്ങളുടെ മനസ്സറിയാനാണ് ഗുജറാത്തിലെ ഏജൻസിയെ കൊണ്ട് സർവേ നടത്തിപ്പിച്ചത്. പാവം കനകോലുവിന് ഇപ്പോൾ തോന്നുന്നുണ്ടാകും അത് വേണ്ടായിരുന്നു എന്ന്. സർവേ ഫലത്തിൽ വ്യക്തമായതുപോലെ ഇടതുമുന്നണിയിലെ MLA-മാരെല്ലാം അവരുടെ മണ്ഡലങ്ങളിൽ ജനപ്രീതി നിലനിർത്തുന്നത് UDFനെ ആശങ്കയിലാക്കിയിട്ടുണ്ട്. സർക്കാരിൻ്റെ വികസന പദ്ധതികളും പ്രാദേശിക അടിസ്ഥാന സൗകര്യ വികസനവുമാണ് ഈ ജനപ്രീതിയുടെ പ്രധാന കാരണമെന്നാണ് വിലയിരുത്തൽ. എന്തായാലും ദേശീയ തലത്തിലെ സർവേ ഫലം പുറത്തു വന്നതോടെ UDFിൽ ഒന്നടങ്കം ഒരു വെള്ളരി വെട്ടി. അതോടെ ഇതുവരെ തുടർന്നു വന്ന പദ്ധതികളൊക്കെ വഴിയിൽ ഉപേക്ഷിച്ച് കനകോലു പുത്തൻ തന്ത്രങ്ങൾ മെനയുന്നതായാണ് വിവരം. എന്താണ് തന്ത്രം? ജനങ്ങൾ ഇടതുപക്ഷത്തിന് ഒപ്പമായതിനാൽ ആ ബന്ധം പൊളിക്കേണ്ടതുണ്ട്. തിരഞ്ഞെടുപ്പ് മുന്നിൽ കണ്ട് സർക്കാരിനെതിരായ കുപ്രചരണങ്ങളും അപവാദ പ്രചരണങ്ങളും കോൺഗ്രസും BJPയും കൂടുതൽ ശക്തമാക്കാനാണ് സാധ്യത. കോൺഗ്രസിനെ സംബന്ധിച്ച് അതാണല്ലോ അതിൻ്റെ രീതി. ഓർക്കാനുള്ള പ്രധാന കാര്യം പ്രതിപക്ഷ നേതാവ് VD സതീശനടക്കം പടച്ചുവിടുന്ന നുണകളും അവാസ്തവമായ ആരോപണങ്ങളും അനുദിനം പൊളിഞ്ഞു വീഴുന്ന ഘട്ടത്തിലാണ് ഈ സർവേ ഫലം പുറത്തു വന്നിരിക്കുന്നത് എന്നുള്ളതാണ്. സർക്കാരിൻ്റെ വികസന പ്രവർത്തനങ്ങൾക്കും ജനക്ഷേമത്തിലൂന്നിയ നയങ്ങൾക്കുമൊപ്പമാണ് ജനങ്ങളെന്ന് സർവേ പറയുമ്പോൾ കോൺഗ്രസിന് ഭ്രാന്ത് പിടിച്ചില്ലെങ്കിലേ അത്ഭുതമുള്ളൂ. തീർന്നില്ല, മറ്റു ചില കാര്യങ്ങൾ കൂടി സർവേയിൽ പറയുന്നുണ്ട്. സംസ്ഥാനത്ത് 4 ജില്ലകളിൽ കോൺഗ്രസ് അതീവ ദുർബലമാണെന്നുള്ളതാണ് അതിലൊന്ന്. കനകോലുവിൻ്റെ സർവേ റിപ്പോർട്ടിൻ്റെ പകർപ്പ് റിപ്പോർട്ടർ TVക്ക് എങ്ങനെയോ കിട്ടിയിരുന്നു. അതിൽ നിന്നാണ് ഇക്കാര്യങ്ങൾ പുറത്തു വന്നത്. തിരുവനന്തപുരം, പാലക്കാട്, ആലപ്പുഴ, തൃശൂർ ജില്ലകളിൽ കോൺഗ്രസ് ദുർബലമാണ് എന്നാണ് കനകോലുവിൻ്റെ സർവേയിൽ കണ്ടെത്തിയത്. തദ്ദേശ തെരഞ്ഞെടുപ്പ് ഫലം അടിസ്ഥാനമാക്കിയാണ് റിപ്പോർട്ട് തയ്യാറാക്കിയതെന്നാണ് റിപ്പോർട്ടർ പറയുന്നത്. വയനാട്, മലപ്പുറം, എറണാകുളം, ഇടുക്കി ജില്ലകളിലാണ് കോൺഗ്രസിന് പ്രതീക്ഷ. ദുർബലമായ ജില്ലകളിൽ പ്രവർത്തനം മെച്ചപ്പെടുത്തണമെന്നാണ് കനകോലു നൽകുന്ന മുന്നറിയിപ്പ്. NDA 14 സീറ്റുകളിൽ വോട്ട് വിഹിതം വർദ്ധിപ്പിച്ചതായും റിപ്പോർട്ടിൽ കണ്ടെത്തിയിട്ടുണ്ട്. ഈഴവ നായർ സ്വാധീനമുള്ള മണ്ഡലങ്ങളിൽ NDAക്ക് 10% വോട്ടാണ് വർദ്ധിച്ചത്. കോവളം, കുണ്ടറ, കരുനാഗപ്പള്ളി, കോട്ടയം മണ്ഡലങ്ങളിലാണ് NDAക്ക് വോട്ട് വർദ്ധിച്ചത്. അതേസമയം മുസ്ലിം വോട്ടുകൾ UDFന് അനുകൂലമായി ഏകോപിക്കപ്പെട്ടുവെന്നും സർവേ റിപ്പോർട്ടിൽ പറയുന്നു. ക്രൈസ്തവ വോട്ടുകൾ UDFന് അനുകൂലമായിട്ടില്ല. നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഇഞ്ചോടിഞ്ച് പോരാട്ടം നടക്കുമെന്നാണ് കനകോലു പറയുന്നത്. ഇരു മുന്നണികളും 40% വോട്ട് നേടുമെന്നാണ് കണക്ക്. NDA 15% വോട്ട് നേടുമെന്നും കനകോലു സർവേ റിപ്പോർട്ടിൽ ചൂണ്ടിക്കാണിക്കുന്നുണ്ട്. ഇനി ഐഷാ പോറ്റിയുടെ കാര്യത്തിലേക്ക് വരാം.
കനകോലു സർവേയിൽ ഐഷ പോറ്റിയെ സംബന്ധിച്ചുള്ള ചില കാര്യങ്ങളും വ്യക്തമാക്കിയിട്ടുണ്ട്. ഐഷ പോറ്റി കോൺഗ്രസിലാണല്ലോ. കൊട്ടാരക്കര മണ്ഡലത്തിൽ KN ബാലഗോപാലിനെതിരെ കോൺഗ്രസ് സ്ഥാനാർത്ഥിയായി മത്സരിപ്പിക്കാമെന്ന ഉദ്ദേശത്തിലാണ് കോൺഗ്രസ് നേതൃത്വം ഐഷ പോറ്റിയെ കൊണ്ടുവന്നത്. എന്നാൽ കൊട്ടാരക്കര മണ്ഡലത്തിലെ രാഷ്ട്രീയ സമവാക്യങ്ങളെ അപ്പാടെ മാറ്റിമറിക്കാൻ ലക്ഷ്യമിട്ടുള്ള കോൺഗ്രസിന്റെ കൊട്ടാരക്കര സ്ട്രാറ്റജി പാളുന്നുവെന്നാണ് സൂചന. CPM നിന്ന് കോൺഗ്രസിലേക്കുള്ള ഐഷ പോറ്റിയുടെ കൂറുമാറ്റം UDFന് ഗുണത്തേക്കാളേറെ ദോഷം ചെയ്യുമെന്നും ഇടതുപക്ഷത്തിന് വലിയ മേൽക്കൈ നൽകിയെന്നും വ്യക്തമാക്കുന്ന കോൺഗ്രസിന്റെ തന്നെ ആഭ്യന്തര സർവേ വിവരങ്ങളാണ് കഴിഞ്ഞ ദിവസം ഇവിടെ പുറത്തു വന്നിട്ടുള്ളത്. ഇടിവെട്ടിയവനെ പാമ്പ് കടിച്ച അവസ്ഥയിലായി ഇപ്പോൾ കോൺഗ്രസ്. സുനിൽ കനകോലു ഉൾപ്പെടെയുള്ളവർ നടത്തിയ സർവേയിൽ കാര്യങ്ങൾ വ്യക്തമായി പറയുന്നുണ്ട്. അതായത് കൊട്ടാരക്കരയിൽ ഐഷ പോറ്റി കോൺഗ്രസ് സ്ഥാനാർത്ഥിയായി മത്സരിച്ചാൽ ഉണ്ടാകുന്ന രാഷ്ട്രീയപരമായ മാറ്റങ്ങൾ എന്തൊക്കെയാണെന്നുള്ളത്. അതിൽ ആദ്യത്തേത് വാശിയാണ്. വാശി എന്ന് പറഞ്ഞാൽ ഐഷ പോറ്റിയുടെ കൂറുമാറ്റം ഇടതുപക്ഷം ഒരു വാശിയായി ഏറ്റെടുത്തു എന്ന്. ആ വാശി LDFന് മുന്നേറിക്കും. ഐഷ പോറ്റിയുടെ പാർട്ടി മാറ്റം ഇടതുപക്ഷത്തെ തളർത്തുകയല്ല, മറിച്ച് അണികളിൽ വലിയൊരു വാശിക്ക് തിരികൊളുത്തുകയാണ് ചെയ്തത് എന്നുള്ളത് കോൺഗ്രസിനെ സംബന്ധിച്ച് ഒരു ശുഭസൂചനയല്ല എന്ന് വ്യക്തം. അടുത്ത മാറ്റം അണികളുടെ ഏകീകരണമാണ്. തങ്ങളെ ഉപേക്ഷിച്ചു പോയവരെ പാഠം പഠിപ്പിക്കുക എന്ന വികാരം ഇടതുപക്ഷ പ്രവർത്തകർക്കിടയിൽ വോട്ടുകൾ കൃത്യമായി ഏകീകരിക്കാൻ കാരണമായിട്ടുണ്ട് എന്നാണ് കൊട്ടാരക്കരയെ സംബന്ധിച്ച് കനകോലു റിപ്പോർട്ട് നൽകിയിരിക്കുന്നത് എന്നാണ് പുറത്തുവരുന്ന വിവരങ്ങൾ. എന്തായാലും ഇതിൻ്റെ ഫലവും കൊട്ടാരക്കരയിൽ കണ്ടു തുടങ്ങിയിട്ടുണ്ട്. കാരണം LDF നടത്തുന്ന ജാഥകൾ ജനസാഗരമാകുന്ന കാഴ്ചകളാണ് കൊട്ടാരക്കരയിൽ നിന്ന് കാണാൻ കഴിയുന്നത്. വ്യക്തിപരമായ ആരോപണങ്ങൾക്ക് പകരം വികസന രാഷ്ട്രീയം ഉയർത്തി LDF നടത്തിയ ജാഥകൾ വൻ വിജയമായി മാറിയ കാര്യവും റിപ്പോർട്ടിൽ ചൂണ്ടിക്കാട്ടുന്നുണ്ട്. മന്ത്രി KN ബാലഗോപാൽ നയിച്ച വികസന സന്ദേശ ജാഥയ്ക്കും CPI സംസ്ഥാന സെക്രട്ടറി ബിനോയ് വിശ്വം നയിച്ച തെക്കൻ മേഖലാ വികസന മുന്നേറ്റ ജാഥയുടെ സ്വീകരണ യോഗത്തിലുമുണ്ടായ വൻ ജനപങ്കാളിത്തം UDF ക്യാമ്പിനെ ഞെട്ടിപ്പിച്ചിരിക്കുകയാണ് എന്നാണ് വിവരം. ഇതൊക്കെ പൊതുവെ സംഭവിച്ച കാര്യങ്ങളാണെങ്കിലും അതുകൊണ്ടും തീരുന്നില്ല കാര്യങ്ങൾ. കോൺഗ്രസിലെ ചില ആഭ്യന്തര വിഷയങ്ങളും കൂടി കനകോലു ചൂണ്ടിക്കാണിക്കുന്നുണ്ട്. അതായത് കോൺഗ്രസിനുള്ളിൽ പടയൊരുക്കമെന്ന്, സീറ്റ് മോഹികൾ നിരാശയിലെന്ന്. ഐഷ പോറ്റിയുടെ വരവ് കോൺഗ്രസിലെ പല വിഭാഗങ്ങളെയും കടുത്ത അതൃപ്തിയിലാക്കി. മണ്ഡലം തിരിച്ചുപിടിക്കാൻ കാത്തിരുന്ന നിരവധി നേതാക്കളെ തഴഞ്ഞുകൊണ്ടുള്ള ഈ വൈൽഡ് കാർഡ് എൻട്രി വലിയ പൊട്ടിത്തെറികൾക്കാണ് വഴിവച്ചിരിക്കുന്നത് എന്നാണ് കനകോലു ചൂണ്ടിക്കാട്ടുന്നത്. കഴിഞ്ഞ തവണ KN ബാലഗോപാലിനെതിരെ ശക്തമായ മത്സരം കാഴ്ചവെച്ച രശ്മി തുടക്കത്തിൽ തന്നെ ഇതിനെതിരെ രംഗത്ത് വന്നിരുന്നു. അതുപോലെ തന്നെ ഐഷ പോറ്റിക്കെതിരെ യുവനിരയുടെ അമർഷവും ഒത്തിരിയുണ്ട്. യൂത്ത് കോൺഗ്രസ് നേതാക്കളായ അഡ്വക്കേറ്റ് നെൽസൺ, അജു ജോർജ്, കൂടാതെ ഹരികുമാർ തുടങ്ങി സീറ്റിൽ കണ്ണുനട്ടിരുന്ന നിരവധി നേതാക്കൾ ഇപ്പോൾ നിരാശരാണ്. ഈ നിരാശാ നേതാക്കൾക്ക് മുകളിലൂടെയാണ് ഐഷ പോറ്റി കൊട്ടാരക്കരയിൽ പറന്നിറങ്ങിയത്. തങ്ങളെ തടഞ്ഞ് പുറത്തുനിന്നൊരാളെ കെട്ടിയിറക്കിയതിൽ പ്രതിഷേധിച്ച് വിവിധ ഗ്രൂപ്പുകൾ തെരഞ്ഞെടുപ്പിൽ ഐഷ പോറ്റിയെ കാലുവാരുമെന്ന റിപ്പോർട്ടുകൾ നേതൃത്വത്തിന് തലവേദനയായിട്ടുണ്ട്. അതുപോലെ തന്നെ മറ്റൊരു പ്രധാന കാര്യം കൂടി റിപ്പോർട്ടിൽ ചൂണ്ടിക്കാട്ടുന്നുണ്ട്. ഐഷ പോറ്റിയുടെ പ്രായവും രാഷ്ട്രീയത്തിലെടുത്ത ഇടവേളയും. സ്ഥാനാർത്ഥിയുടെ വ്യക്തിപരമായ ഘടകങ്ങളും കോൺഗ്രസിന് പ്രതികൂലമാണെന്ന് കനകോലുവിൻ്റെ സർവേ ചൂണ്ടിക്കാട്ടുന്നു. അതോടൊപ്പം തന്നെ 70 വയസ്സുള്ള ഐഷ പോറ്റിയെ മണ്ഡലത്തിലെ പുതുതലമുറ വോട്ടർമാർക്ക് കൃത്യമായി പരിചയമില്ലെന്നത് വലിയ പോരായ്മയാണെന്നും റിപ്പോർട്ടിലുണ്ട്. ഐഷ പോറ്റി കഴിഞ്ഞ 5 വർഷമായി സജീവ രാഷ്ട്രീയത്തിൽ നിന്നും പൊതുവേദികളിൽ നിന്നും വിട്ടുനിന്നത് ജനങ്ങളുമായുള്ള ബന്ധത്തിൽ വിള്ളലുണ്ടാക്കി. ഈ ഇടവേള തെരഞ്ഞെടുപ്പിൽ വലിയ പാരയാകുമെന്നാണ് സർവേ മുന്നറിയിപ്പ് നൽകുന്നത്. പിന്നെ ഇതിനിടയിൽ ആക്രാന്തം എന്നൊരു നാണ സംഗതി കൂടിയുണ്ട് കേട്ടോ. CPMന്റെ ഭാഗമായി എല്ലാ രാഷ്ട്രീയ നേട്ടങ്ങളും അനുഭവിച്ച ഐഷ പോറ്റി ഒടുവിൽ തെരഞ്ഞെടുപ്പ് രാഷ്ട്രീയത്തിന് ഇടവേള എടുക്കണമെന്ന നിർദ്ദേശം വന്നപ്പോൾ CPMനെ തള്ളിക്കളഞ്ഞ ആളാണ്. ആ വ്യക്തിയെ മണ്ഡലം പിടിച്ചെടുക്കുക എന്ന ഒറ്റ ഉദ്ദേശത്തോടു കൂടി മാത്രം അർഹരായ മറ്റു കോൺഗ്രസ് നേതാക്കളെയും പ്രവർത്തകരെയും തള്ളിക്കളഞ്ഞുകൊണ്ട് മത്സരിപ്പിക്കുന്നത് എവിടുത്തെ ന്യായമെന്നാണ് ഭൂരിപക്ഷം കോൺഗ്രസ്സുകാരുടെയും ചോദ്യം. ചുരുക്കി പറഞ്ഞാൽ ഐഷ പോറ്റിയുടെ രാഷ്ട്രീയ നീക്കം ഇടതുപക്ഷത്ത് വാശിയേറിയ വോട്ട് ഏകീകരണത്തിന് വഴിവെച്ചപ്പോൾ കോൺഗ്രസ് പാളയത്തിൽ അത് കടുത്ത വിഭാഗീയതയ്ക്കും ആശയക്കുഴപ്പത്തിനും കാരണമായി എന്നുള്ളതാണ് സത്യം. ബാലഗോപാലിൻ്റെ വികസന രാഷ്ട്രീയവും കോൺഗ്രസിലെ വിമതശല്യവും ചേരുമ്പോൾ കൊട്ടാരക്കരയിൽ ഇടതുപക്ഷത്തിന് അനുകൂലമായ കാറ്റ് വീശുന്നുവെന്നാണ് റിപ്പോർട്ടുകളിലെ വിലയിരുത്തൽ. അതായത് കോൺഗ്രസ് ഐഷ പോറ്റിയെ തന്നെ കൊട്ടാരക്കരയിലും മത്സരിപ്പിക്കണമെന്നാണ് ഇടതുപക്ഷം മനസ്സുകൊണ്ട് ആഗ്രഹിക്കുന്നത് എന്ന്.